നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രവാസികൾ കാണിക്കുന്ന ആവേശം നമ്മൾ കാണാറുള്ളതാണ്. വോട്ട് ചെയ്യാനെത്താൻ പറ്റാത്തവർ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നാട്ടിലെത്താറുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പല വിഷയങ്ങളും ചർച്ചയാവുന്നുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രചാരണ പരിപാടിയിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ചയാകുന്നത് കണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്? പ്രവാസി ശബ്ദം പരിശോധിക്കുന്നു. പ്രചാരണത്തിൽ പ്രവാസി പ്രശ്നങ്ങൾ ചർച്ചയാകാത്തതെന്ത്? സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇടത് സഹയാത്രികൻ അനീഷ് മണ്ണാർക്കാട്, കോൺഗ്രസ് പ്രതിനിധി നിസാർ കുന്നംകുളത്തിങ്കൽ, BJP പ്രതിനിധി രമേശ് മാണിക്കോത്ത് എന്നിവരാണ്. ഞാൻ ആദ്യം ശ്രീ അനീഷ്, സാധാരണ നമുക്കറിയാം ഇവിടെ പ്രവാസികളുടെ വലിയ ഇടതുപക്ഷത്തിന്റെ സംഘമൊക്കെയുള്ള പ്രവാസി കൂട്ടായ്മകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പ്രവാസ ലോകത്ത്. മിക്ക ആളുകളും നാട്ടിലെത്തി പ്രചാരണത്തിലൊക്കെ സാന്നിധ്യം അറിയിച്ചു. എല്ലാ സംഘടനകളും തന്നെ നാട്ടിലെത്തുകയും എല്ലാവരും തിരിച്ചു പോകുന്ന ആ തിരക്കിലൊക്കെയാണ്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ വോട്ട് ചെയ്യാൻ എത്തിയില്ലെങ്കിലും ഇതിന്റെ ഭാഗമാകുക എന്നുള്ളത് ഏതൊരു പ്രവാസിയുടെയും വലിയ ആഗ്രഹം കൂടിയാണ്. പക്ഷേ പ്രവാസികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ആദ്യത്തെ പ്രശ്നം മുതൽ വിമാന ടിക്കറ്റ് നിരക്കിലെ കൊള്ള വരെയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുന്നണിയോ പാർട്ടിയോ പ്രവാസികളുടെ പ്രശ്നം സംസാരിക്കുന്നുണ്ടോ? തീർച്ചയായും കുറച്ചുകൂടി ഗൗരവത്തോടെ തന്നെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് ഒരു പ്രവാസി എന്ന രീതിയിൽ എന്റെയും അഭിപ്രായം. സത്യത്തിൽ എത്ര പ്രവാസികൾ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ ഉണ്ട് എന്നതിന്റെ കൃത്യമായ കണക്ക് പോലും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അതുപോലെ തന്നെ ഈ ഞങ്ങളടക്കം താമസിക്കുന്ന UAE അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും കാരണവശാൽ മരണപ്പെട്ടു പോകുന്ന മനുഷ്യരെ തിരിച്ച് നാട്ടിൽ അവരുടെ മൃതദേഹമെങ്കിലും കൃത്യമായി നാട്ടിലെത്തിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഇന്ത്യൻ പൗരൻ മരണപ്പെടുമ്പോൾ അവനെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ, സൗജന്യമായി നാട്ടിലെത്തിക്കാനുള്ള ഒരു സംവിധാനം പോലും ഇപ്പോഴും കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വലിയ ഗൗരവമായ വിഷയങ്ങൾ. ഇപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ യാത്രാ നിരക്ക് എല്ലാ കാലങ്ങളിലും ഉയർന്നു വരുന്ന വിഷയമാണ്. യാത്രാ നിരക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത് എല്ലാ ഘട്ടങ്ങളിലും പ്രവാസികളുടെ യാത്രാ വിഷയം ആ തരത്തിൽ തന്നെ ഉത്സവ സീസൺ അടക്കം വരുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതേപടി നിൽക്കുകയാണ്. പക്ഷെ അങ്ങനെ വിലയിരുത്തുമ്പോൾ തന്നെ ഈ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ആദ്യമായി പ്രവാസി ക്ഷേമത്തിനായി ഒരു വകുപ്പ് രൂപീകരിച്ച ഗവൺമെന്റാണ് EK നായനാരുടെ ഗവൺമെന്റ്. EK നായനാർ LDF ഗവൺമെന്റ് ആയിരുന്ന സമയത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഒരു പ്രവാസി ക്ഷേമത്തിനായി ഒരു വകുപ്പ് രൂപീകരിക്കുകയും അതിലൊരു മന്ത്രിയെ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് അന്ന് നിലവിൽ വന്ന പ്രവാസി ക്ഷേമ ബോർഡ് ഒരുപക്ഷെ മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി അതുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ട്. പ്രവാസി ക്ഷേമ ബോർഡിന് കീഴിൽ പെൻഷൻ നടപ്പിലാക്കുകയും ആ പെൻഷൻ മിനിമം 5 വർഷം അടച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അത് 500 രൂപയായിരുന്നു ആദ്യകാലങ്ങളിൽ പെൻഷൻ, പിന്നെ അത് 1500 രൂപയായി വർദ്ധിപ്പിച്ചു. ഇപ്പൊ അത് 3500 രൂപയായി പ്രവാസികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള സംവിധാനം നിലവിലില്ല എന്ന് നാം മനസ്സിലാക്കണം. ഒരൊറ്റ മാസം പോലും വീഴ്ച വരാതെ 3500 രൂപ പെൻഷൻ വാങ്ങുന്ന ഒരു സംവിധാനം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ മാധ്യമങ്ങൾക്കകത്ത് പോലും അത്തരത്തിലുള്ള ഒരു ചർച്ച ഉയർന്നു വരുന്നില്ല. പ്രവാസികൾ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നിലനിൽക്കുന്നു എന്ന രീതിയിൽ പോലുള്ള ചർച്ച സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തീർച്ചയായും ചർച്ച ചെയ്യണം. പ്രവാസികൾക്ക് വളരെ ഉപകാരപ്രദമായ, സാധാരണക്കാരായ പ്രവാസികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്ഷേമ പെൻഷൻ, ഈ പ്രവാസി പെൻഷൻ 3500 രൂപ, 350 രൂപ മാത്രം മിനിമം 5 വർഷം അടയ്ക്കുന്ന ആൾക്ക് ലഭിക്കുകയാണ്. അത് കേരള സർക്കാർ, ഈ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് അത് ശരിയാണ്, അത് നടപ്പിലായ കാര്യമാണ്. ആളുകൾ അതിന്റെ ഗുണം ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തു. അതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ഇപ്പോ കേരളത്തിലൊക്കെ മാതൃഭാഷ നിർബന്ധമാക്കിയിരിക്കുന്ന സമയമാണ്. പ്രവാസികളെ സംബന്ധിച്ചുള്ള വിഷയം ചർച്ച ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഒന്ന് പറഞ്ഞു പോകുന്നത്. പിന്നീട് മറ്റു കാര്യങ്ങളിൽ കൂടി വരാം. മലയാളം നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മലയാളം പഠിക്കാത്ത കുട്ടികൾക്ക്, എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾക്ക് നാട്ടിലെ PSC പരീക്ഷയ്ക്ക് ഇരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. PSC അപ്പോയിന്റ്മെന്റ് കിട്ടാത്ത, അല്ലെങ്കിൽ PSCക്ക് നിയമനം കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അതിന് ബദലായി കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ മലയാളം മിഷൻ എന്ന പേരിൽ ഒരു സംവിധാനം വരികയും കേരളത്തിൽ പിന്നെ ഞാൻ മലയാളം മിഷന്റെ ഒരു എളിയ പ്രവർത്തനം എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. ഏതാണ്ട് 1000-1500 കുട്ടികൾ ഇവിടെ മലയാളം എഴുതാനും വായിക്കാനും പഠിക്കുന്നു സൗജന്യമായി. അതിന് കേരള സർക്കാർ അതിന്റെ
പുസ്തകങ്ങൾ അച്ചടിച്ച് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നു. അവർക്ക് എക്സാമും കാര്യങ്ങളും നടത്തി അവരെ മലയാളം മാതൃഭാഷ എഴുതാനും പഠിക്കാനും പ്രാപ്തരാക്കുന്ന രീതിയിലേക്ക് മാറ്റി. അതുപോലെ തന്നെ നോർക്കയുടെ കീഴിൽ നടത്തുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ തൊഴിൽ നഷ്ടപ്പെട്ടു. അല്ല, അതെല്ലാം ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. സാധാരണ പ്രവാസിയെ സംബന്ധിച്ച് ഈ പറയുന്ന വിമാനക്കൊള്ളയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വലിയ ബുദ്ധിമുട്ടിലാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. അവിടെ എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ആൾക്കാരല്ലല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രമേശ് പാണിക്കോത്ത്, ഇവിടെ വലിയ പ്രഖ്യാപനങ്ങൾ ഇല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ നമുക്കറിയാം വലിയ ബന്ധമാണ് UAE-യുമായിട്ടും ഇല്ലെങ്കിൽ മറ്റ് എമിറേറ്റ്സുമായിട്ടും ഒക്കെ ഉള്ളത്. അപ്പം ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിനും ഇല്ലെങ്കിൽ ആ സമയത്ത് നാട്ടിലെത്തിയുള്ള പ്രചരണത്തിനും അപ്പുറത്തേക്ക് ഇതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവാസികൾക്കൊപ്പം നിൽക്കുന്നതായോ ഇല്ലെങ്കിൽ അവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നതായോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പോലും അവർക്ക് വേണ്ടി സംസാരിക്കുന്നതായോ താങ്കൾ ശ്രദ്ധിച്ചോ? നമസ്തേ. നിങ്ങൾ ഇന്ന് തെരഞ്ഞെടുത്ത വിഷയം വളരെ നല്ല വിഷയമാണ്. കാരണം പ്രവാസികളുടെ കാര്യത്തിൽ അതിന്റെ ആവശ്യകത ഇന്ന് ശരിക്കും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഇപ്പോ ഞാനൊരു പ്രവാസിയാണ്. ഞാനിപ്പോ നാട്ടിലേ ഉള്ളത്, ഇലക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടി നാട്ടിലേ ഉള്ളത്. അപ്പോ ഞാനിപ്പോ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്ത് ഈ പ്രചരണത്തിലൊക്കെ ഉണ്ട്. ഇപ്പം റോഡ് ഷോ പോലുള്ള കാര്യങ്ങൾ അങ്ങനെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ എവിടെയും പ്രവാസികളുടെ കാര്യം അഡ്രസ് ചെയ്തിട്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യത്തിൽ വളരെ വേദനാജനകം തന്നെയാണ്. ഇവിടെ പല വിഷയങ്ങളും, അതായത് ഇപ്പൊ കാര്യമുള്ള വിഷയങ്ങളുണ്ട്, വളരെ ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം വിവാദങ്ങൾ കത്തുന്നതിൽ യാതൊരു കുറവും കേരള ഇലക്ഷൻ ഉണ്ടാവാറില്ല. അത് ഇത്തവണയും അങ്ങനെ തന്നെ ആവർത്തിക്കുന്നുണ്ട്. കുറച്ച് അധികമായാലേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളിൽ പലരും പ്രവാസികളായിട്ടുള്ള പല രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആളുകളും ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് റേസ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? അല്ല, പക്ഷെ പ്രവാസികളുടെ കാര്യത്തിൽ ഇപ്പം ഇവിടെ UAE പോലുള്ള അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലുള്ള സംഘടനകൾ അവരെല്ലാവരും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അത് മറ്റു രീതിയിലുള്ള രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും പ്രവാസികളുടെ കാര്യത്തിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം, ഇതിൽ കാര്യമായിട്ട് നമുക്ക് അഡ്രസ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രവാസികൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതം. ഒന്ന്, അത് എയർലൈൻസുകൾ ചില സമയങ്ങളിൽ പീക്ക് ടൈമുകളിൽ അവര് 100% വർധനവുണ്ടാക്കുക, അതൊരു കാര്യം. രണ്ടാമത്തത്, പ്രവാസികൾക്ക് വോട്ടവകാശം. ഇപ്പം എനിക്ക് വോട്ടുണ്ട്, ഇവിടെ വന്ന് വോട്ട് ചെയ്യാം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ വരാനും വോട്ട് ചെയ്യാനും പൈസ ഉപയോഗിച്ചിട്ടാണോ വന്ന് വോട്ട് ചെയ്തു പോകുന്നത്? അതെ, ഞാൻ എന്റെ സ്വന്തം ഇത് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ UAE, അത് മിഡിൽ ഈസ്റ്റിലുള്ള സാധാരണക്കാർ, ബ്ലൂ കോളർ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്നും വന്ന് പോകാൻ പറ്റില്ല. അത് വളരെ അത്യാവശ്യമായ. എത്ര കാലമായിട്ട് ഇങ്ങനെ സ്വന്തം പൈസ ഉപയോഗിച്ച് എത്ര പ്രവാസികൾക്ക് വരാൻ സാധിക്കും? നമ്മുടെ ഒരു അവകാശം ഇല്ലെങ്കിൽ ആ ഒരു വോട്ട് ചെയ്യുക എന്നുള്ളത് അതൊരു വികാരം കൂടിയാണല്ലോ, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച്. അപ്പൊ അത് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് വരാൻ സാധിക്കാത്ത ആളുകൾക്ക് ഇവിടെ മാറി മാറി ഭരണം വന്നിട്ടും ഇതുവരെ ആ വോട്ടവകാശം ഇല്ലെങ്കിൽ ായിട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിലേക്ക് എന്തുകൊണ്ട് എത്തിക്കുന്നില്ല? താങ്കളുടെ പാർട്ടി ഭരിക്കുകയല്ലേ? അല്ല, അതിന്റെ എല്ലാ വശങ്ങളും ഇപ്പൊ പരിശോധിക്കുന്നുണ്ട്. ഗവൺമെന്റ് തലത്തിലും സംഘടനകളും എല്ലാം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, അത് കോടതിയിൽ പോയ വിഷയമാണ്. അപ്പൊ അത് പരിഗണിച്ചു വരുന്നുണ്ട്. ഏത് രീതിയിൽ, നല്ല രീതിയിൽ, ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ. കാരണം നമുക്കറിയാം കേരളത്തിന്റെ ഒക്കെ അവസ്ഥകൾ, കളവോട്ട് ചെയ്ത് പ്രസിദ്ധമായ സംഭവങ്ങൾ. അപ്പൊ അതൊന്നും ഇല്ലാത്ത ഒരു യാതൊരുവിധ കംപ്ലൈന്റും ഇല്ലാത്ത രീതിയിൽ എങ്ങനെ അത് പ്രാവർത്തികമാക്കാം, അത് സ്ട്രീംലൈൻ ചെയ്യാം എന്നുള്ളത് പല രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കാണുന്നത് യാത്രകളുടെ പ്രശ്നങ്ങളാണ്, യാത്രക്കാരുടെ പ്രശ്നങ്ങളാണ്. അതിലുള്ള ഇപ്പൊ റംസാന്റെ സമയത്ത്, ഈദിന്റെ സമയത്തായാലും ഓണം, വിഷു, ക്രിസ്മസ് സമയങ്ങളിലുള്ള വർധനവും. സീസൺ കഴിഞ്ഞ് വെക്കേഷൻ ഉണ്ട്. അപ്പം ആ സമയത്തൊക്കെ ഈ വിമാന നിരക്ക് ഉയർന്നു തന്നെ ഇരിക്കും. അതെ. അപ്പൊ അതിന് ഒരു പരിഹാരം എന്ന നിലയിൽ കപ്പൽ യാത്ര, അതിനുള്ള ഒരു UAE-യിലേക്ക് ആദ്യമായിട്ട് അതിന് കേന്ദ്ര ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. മറ്റു സംഘടനകൾ എല്ലാം തന്നെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. അത് പ്രാവർത്തികമാവും തന്നെയാണ്. കപ്പൽ പെർമിഷന് മുമ്പ് വേണമെങ്കിൽ വിമാന നിരക്ക് കുറയ്ക്കുന്നതിൽ കേന്ദ്രത്തിന് ഇടപെടാം. എന്തുകൊണ്ട് ഇടപെടുന്നില്ല?
പക്ഷെ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാം അതിനുള്ള ലിമിറ്റേഷൻസ് എത്രയാന്നുള്ളത്. അത് കേന്ദ്ര ഗവൺമെന്റ് എല്ലാം നിശ്ചയിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഒരു വാദത്തിന് വേണ്ടി നമുക്ക് തർക്കിക്കാവുന്നേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ അനീഷ് പറഞ്ഞൊരു കാര്യത്തിന് കൂടെ മറുപടി പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു പ്രവാസ വകുപ്പ് ഉണ്ടാക്കി. അത് വെറും വെള്ളാനെയാണ്, ഒരു കാര്യമില്ല. പിന്നെ രണ്ടാമത് ഇവർ പറഞ്ഞത് മലയാള ഭാഷ പഠിപ്പിക്കുന്നത് നല്ല തന്നെയാണ്. പക്ഷെ അതുവഴി PSC എഴുതിയിട്ട് ആർക്കും ജോലി കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ഇവരുണ്ടാക്കിയത് മുഴുവൻ പിൻവാതിൽ നിയമനമാണ്. PSC ആൾക്കാരുടെ റാങ്ക് പറയല്ലേ. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. നിങ്ങൾ നമ്മൾ കേരളം പറയുമ്പോൾ നിങ്ങൾ അല്ലല്ലേ, ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ കേരളത്തിന്റെ PSC കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യ മൊത്തം ആക്കല്ല. മറ്റ് രാജ്യങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തത് കേരളത്തിലില്ല, കേരളത്തിലുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലില്ല. അത് കമ്പയർ ചെയ്യണ്ട. ശരി, നമ്മള് വിഷയത്തിലേക്ക് പോകുന്നുണ്ട്. രണ്ടുപേരിലേക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ നിസാർ കുന്നംകുളത്തിങ്കൽ, നമുക്കറിയാം നാട്ടിലൊക്കെ ഒരുപാട് പേര്. ശരി, ഞാൻ വരാം. ശ്രീ രമേശ് മാണിക്കോത്ത് താങ്കളിലേക്ക് വരാം. ഈ 7.5 വർഷം കൊണ്ട് എത്ര നിങ്ങൾ പിൻവാതിൽ നിയമനം നടത്തിയിട്ടുണ്ടെന്ന് പറയൂ. ഒരു പിൻവാതിൽ നിയമവും PSC വഴി നടത്തി ഒന്നുമില്ല അല്ലേ? അപ്പൊ നിങ്ങൾ സത്യം പറയുന്ന വ്യക്തി തന്നെയാണ്. നമസ്കരിച്ചിരിക്കുന്നു. വലിയ നമസ്കാരം. ശരി, ശ്രീ നിസാർ, നാട്ടിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ മിക്ക വീടുകളിലും ഒരു പ്രവാസിയെങ്കിലും ഉണ്ട്. അപ്പം ഇവരാരും കാലങ്ങളായിട്ട് ഇപ്പൊ 10, 20, 25 ഇല്ലെ 30, 50 വർഷം വരെ പ്രവാസ ലോകത്ത് ജീവിക്കുന്നവരുണ്ട്. ഇവരാരും ഇപ്പോൾ വോട്ട് ചെയ്യുന്നില്ല. ഇവർക്കാർക്കും അത് അവരുടെ ആ ഒരു അവകാശം അല്ലെങ്കിൽ ആഗ്രഹം ഒന്നും നടക്കുന്നില്ല. ഇവർക്ക് ചിലപ്പോൾ പൈസ കയ്യിലുള്ളവർ, ഇപ്പം ശ്രീ രമേശ് മാണിക്കോത്തിനെ പോലെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നാട്ടിൽ വന്ന് വോട്ട് ചെയ്യുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഇവർക്ക് വോട്ടവകാശമില്ല എന്നുള്ള പ്രധാന പ്രശ്നം നിൽക്കുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലൊന്നും പ്രവാസികളെക്കുറിച്ചോ ഇല്ലെങ്കിൽ പ്രവാസികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ജോലി നഷ്ടപ്പെട്ട ഇല്ലെങ്കിൽ വരുമാനത്തിൽ കുറവുണ്ടായ ആളുകളെക്കുറിച്ചോ ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ പോലും ചർച്ചയാവുന്നില്ല. അത് ചർച്ചയാകേണ്ടതല്ലേ? എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല? തീർച്ചയായും തന്നെ അത് വളരെ പ്രധാനപ്പെട്ട, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇന്നിവിടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. പ്രവാസികൾ നാടിന്റെ നട്ടെല്ലാണെന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും പ്രവാസികൾ ഒരിക്കൽ പ്രവാസിയായി കഴിഞ്ഞാൽ പിന്നെ ആ പ്രവാസിയെ നാടിന്റെ ചിന്തകളിൽ നിന്നും സാധാരണ അകറ്റി നിർത്തുന്നതാണ് നാം കാണാറുള്ളത്. പൊതുവെ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ്. അത് നമുക്കറിയാം, വലിയ രീതിയിലുള്ള ആവേശം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകൾ, തെരഞ്ഞെടുപ്പിന്റെ ചിന്തകളിൽ, ചർച്ചകളിൽ ഒക്കെ പൊതുവെ നാട്ടിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഭൂരിഭാഗവും പ്രവാസികൾ. അപ്പോൾ അത്തരത്തിലുള്ള നാട്ടിലെ വിഷയങ്ങളിൽ ലൈവായിട്ട് ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് വോട്ടവകാശമില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ശരി, വോട്ടില്ലെങ്കിൽ ഫണ്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ. 2004 ബഹുമാനപ്പെട്ട വീരപ്പ മൊയ്ലി നിയമമന്ത്രിയും ബഹുമാനപ്പെട്ട വയലാർ രവി അവർ പിന്നെ പ്രവാസികാര്യ മന്ത്രിയൊക്കെ ആയിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു നിയമം തന്നെ, ബില്ല് തന്നെ കൊണ്ടുവന്നത്. അതിന്റെ പിന്നെ അതിനുശേഷം വന്ന ഗവൺമെന്റുകൾ, BJPയുടെ ഗവൺമെന്റ് അതിന്റെ പിന്നെ ഫോളോ അപ്പ് ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുകയോ ചെയ്തില്ല. അതിലുപരി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് യാത്രാ പ്രശ്നം. പിന്നെ നമുക്കറിയാം, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സ്വന്തമായിട്ടൊരു എയർലൈൻസ് പോലും ഇല്ല എന്നുള്ളത് വളരെ അപമാനകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇത്രയും വലിയൊരു ആകെ ഉണ്ടായിരുന്ന ഒരു എയർലൈൻസ് എയർ ഇന്ത്യ ആയിരുന്നു. ആ എയർ ഇന്ത്യ ഇന്ന് ടാറ്റയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പിന്നെ BJP സർക്കാർ, അതായത് പ്രവാസികളെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലും, ഇപ്പൊ ഞങ്ങളൊക്കെ സാമൂഹ്യ പ്രവർത്തകരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പല വിഷയങ്ങളും പിന്നെ ഉന്നയിക്കാനും അതുമായി UDF MP മുഖേന പിന്നെ ഉന്നയിക്കാനും അതുമായി ഇടപെടൽ നടത്താനും ഇപ്പോ ICWF എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്ന് പറഞ്ഞ് ഇന്ത്യൻ എംബസികളിൽ വലിയ രീതിയിലുള്ള ഫണ്ടുണ്ട്. ഈ ഫണ്ട് പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പിന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ബഹ്റൈൻ OICCയുടെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ശ്രീ രാജു കല്ലുംപുറം, ബഹുമാനപ്പെട്ട ഞങ്ങളുടെ MP, എന്റെ ജില്ലയിലെ MP ശ്രീ VK ശ്രീകണ്ഠനെ ആവശ്യമുന്നയിക്കുകയും അദ്ദേഹം ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയും അതിനുശേഷം ഒരു അനുഭവം ഉണ്ടായത് ചൈനയിൽ മരണപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് 11 ലക്ഷം രൂപ
ഈ ഫണ്ടിൽ നിന്നും അനുവദിക്കുകയും ചെയ്തു. എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ പിന്നെ ഫണ്ടുകളുണ്ട്. അത് പ്രവാസികളെ നമുക്കറിയാം, ഈ മരണപ്പെട്ട പ്രവാസികളുടെ യാത്ര സൗജന്യമാക്കേണ്ട വിഷയങ്ങൾ. മനസ്സിലായി. അങ്ങനത്തെ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ എല്ലാ സംഘടനകളും ഒക്കെ പ്രത്യേകിച്ച് പ്രവാസികൾക്കിടയിൽ അത് ചെയ്യുന്നുണ്ട്, അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം. അത് കൂടുതൽ ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ, ഞാനിപ്പം ഇലക്ഷനിലേക്ക് വരുമ്പോഴത്തേനും ഇതൊന്നും ഇവിടെ എടുത്തു പറയുകയോ അല്ലെങ്കിൽ പ്രചാരണത്തിന് ഉപയോഗിക്കുകയോ ചെയ്യുക വേണ്ടാത്ത കാര്യങ്ങളാണ്. അതായത് നമുക്കതിൽ അങ്ങനെ ഒരു സഹായമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളല്ല, പ്രവാസികളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ അത് എത്ര വലുതാണ്, അതെങ്ങനെ പരിഹരിക്കാം, അതിൽ എന്തൊക്കെ ഇടപെടൽ നടത്താം, സംസ്ഥാനത്തിനോ കേന്ദ്രത്തിനോ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് എന്തുകൊണ്ട് ഇത്ര കാലമായി ചെയ്യുന്നില്ല, നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അതിനിടയ്ക്ക് കേന്ദ്രം കൊണ്ടുവരുന്ന പ്രശ്നങ്ങളുണ്ട്, മൃതദേഹം കൊണ്ടുവരുന്നത് പ്രശ്നം ഉണ്ടായിരുന്നു, ഡൽഹി വഴിയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് അല്ലാതെ നല്ലതായിട്ടൊന്നും പ്രവാസികൾക്ക് സംഭവിക്കുന്നില്ല എന്ന് പറയേണ്ടി വരില്ലേ? തീർച്ചയായും വളരെ ശരിയാണ് താങ്കൾ സൂചിപ്പിച്ചത്. ഇവിടെ കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണെങ്കിലും കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP സർക്കാരാണെങ്കിലും പ്രവാസികളുടെ കാര്യത്തിൽ പാടെ അവഗണിക്കുന്ന ഒരു നിലയാണുള്ളത്. നമുക്കറിയാം കോവിഡ് അല്ല, അതിപ്പോ BJPക്ക് മുമ്പ് ഭരിച്ചിരുന്ന UPA സർക്കാർ ആണെങ്കിലും പ്രവാസിക്ക് വേണ്ടി എന്ത് ചെയ്തു? അല്ല, പ്രവാസികൾക്ക് വേണ്ടി പിന്നെ എന്താ പറയാ, താരതമ്യേന കൂടുതൽ ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് സർക്കാരാണ്. ഈ വിഷയങ്ങളിലൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞ ലോട്ടവകാശത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഇത് തുടങ്ങി വെച്ചത് പിന്നെ കോൺഗ്രസ് സർക്കാരാണ്. ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ കോവിഡ് സമയത്ത് എല്ലാ പ്രവാസികളും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ഒരു സമയമായിരുന്നു കോവിഡ് സമയം. കോവിഡ് സമയത്ത് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരോ ഏതെങ്കിലും ഒരാളെ സൗജന്യമായി നാട്ടിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾക്ക് പിന്നെ പറയാൻ കഴിയുമോ? അതുപോലെ പ്രവാസികളുടെ പുനരധിവാസത്തെ കുറിച്ചുള്ള വിഷയങ്ങൾ, പ്രവാസികളുടെ എക്സ്പെർട്ടൈസിനെ പല രാജ്യങ്ങളിലും ഇപ്പോഴും ഈ സംഘടനകൾ, ഇപ്പൊ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒക്കെ എടുത്തിട്ട് സംഘടനകൾ ആളുകളെ നാട്ടിലേക്ക് വോട്ട് ചെയ്യാൻ അയക്കുന്ന അത് ഇപ്പോഴും തുടരുന്നുണ്ടോ? സംഘടനകൾ അതിൻ്റെതായിട്ടുള്ള ആളുകളുടെ ക്യാമ്പയിൻ, അതായത് ഈ ഒരു ആവേശം, അതായത് ഇപ്പൊ ഞാനൊരു പ്രവർത്തകനാണെങ്കിൽ എനിക്ക് ആവേശം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്നും പൈസ എടുത്ത് എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞാൻ വരും എന്നല്ലാതെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ രീതിയിലുള്ള കാര്യങ്ങളാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അനീഷ് മണ്ണാർക്കാട്, ഇവിടെ കേരളത്തിൽ നടക്കുന്ന പ്രചരണ രീതി താങ്കൾ ുണ്ടാവുമല്ലോ. കാരണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വിഷയങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ദേശീയ തലത്തിൽ ഉയരുന്നതും കേരളത്തിൽ മാത്രമായിട്ട് കണ്ടുവരുന്നതുമായിട്ടുള്ള പല വിഷയങ്ങളുമാണ് ഇവിടെ പ്രചരണായുധമാക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ പറയേണ്ട, ഇവിടെ സംസാരിക്കേണ്ട, ഇപ്പോൾ സർക്കാരിനെതിരെ പറയേണ്ട പല കാര്യങ്ങളും പ്രതിപക്ഷം പല രീതിയിൽ വിട്ടുപോകുന്നു, വളരെ ചെറിയ കാര്യങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതുണ്ട്. മറ്റൊന്ന്, പ്രതിപക്ഷത്തിനെതിരെ പറയാനുള്ള ഇല്ലെങ്കിൽ സർക്കാരിന് പിടിച്ചു നിൽക്കാനുള്ള പല കാര്യങ്ങളും സർക്കാരിന് പറയാൻ കഴിയാത്ത സാഹചര്യം. അങ്ങനെ പ്രചരണ ആയുധമാക്കുന്ന വിഷയങ്ങളിൽ വലിപ്പച്ചെറുപ്പം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വിട്ടുകൊണ്ട് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് പ്രചാരണം? അത് ആർക്ക് ശക്തി കൂട്ടും ഇത്തരത്തിലുള്ള ഇപ്പോൾ നടക്കുന്നത് പോലെയുള്ള ബാലിശമായിട്ടുള്ള പ്രചാരണം? അല്ല, തീർച്ചയായും പ്രവാസികൾ എന്ന രീതിയിൽ മാത്രം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയില്ല. നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളെയും വളരെ ഗൗരവമായി, ഒരുപക്ഷെ നാട്ടിലുള്ള ആളുകളെക്കാൾ ഗൗരവമായി കാണുന്ന, വീക്ഷിക്കുന്ന ആളുകളാണ് പ്രവാസികളായിട്ടുള്ള ആളുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും CA വരുമ്പോൾ, NRI മറ്റേ രജിസ്റ്റർ വരുമ്പോൾ എല്ലാം സ്വാഭാവികമായും വളരെ ഗൗരവത്തോടെയാണ് നാടിന്റെ ഓരോ. ശരി, അങ്ങനെയെങ്കിൽ ഇന്നത്തെ MM മണിയുടെ പരാമർശം, MM മണി പറഞ്ഞ കാര്യം, അത് എത്ര വോട്ട് കുറച്ചിട്ടുണ്ടാവും? അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശം എന്താണെന്ന് ഞാൻ കേട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് എനിക്കറിയില്ല, അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. MM മണി ഏതെങ്കിലും രീതിയിൽ തെറ്റായ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് മറ്റേ നാട്ടിലെ സംസാരം അങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് തള്ളാൻ ഇനി പറ്റില്ല. ഡീൻ കുര്യാക്കോസും അതാണ് പറയുന്നത്. ഡീൻ കുര്യാക്കോസ്, എനിക്ക് തോന്നുന്നു ഡീൻ കുര്യാക്കോസ് അവിടുത്തെ മറ്റേ മലയോര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇടപെട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ശൈലിയിൽ പറഞ്ഞില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും അത് അവിടുത്തെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. അതാണ് സുരേഷ് ഗോപിയുടെ ശൈലിയിൽ സംസാരിക്കുമ്പോൾ ആ ശൈലി പ്രശ്നവും MM മണി സംസാരിക്കുമ്പോൾ ആ ശൈലി പ്രശ്നം അല്ലാതെയാവുന്നത് എങ്ങനെയാണ്? അല്ലല്ല, സുരേഷ് ഗോപി സംസാരിക്കുമ്പോഴും കേരളത്തിലെ ഏത് രാഷ്ട്രീയ പ്രവർത്തകൻ സംസാരിക്കുമ്പോഴും നല്ല ഭാഷ ഉപയോഗിക്കണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ അതിൽ ഏതെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തന്നെ പോവുക എന്നുള്ളതാണ്. നേരത്തെ
രമേശ് ഇവിടെ സൂചിപ്പിച്ച രമേശ് വിജയയുടെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് കേരളത്തിൽ PSC നിയമനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാതെ പോയാൽ അത് വലിയ പാതകമായിരിക്കും. 66,000 ഇന്ത്യയിൽ 27 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളിലെ PSC നിയമനം 66,800 അതിൽ 28,730 PSC നിയമനങ്ങൾ നടത്തിയ നാടാണ് നമ്മുടെ നാട്, മലയാളികളുടെ കേരളം. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം 28,730 നടന്നിട്ടുള്ളത് കേരളത്തിലാണ്. ദയവീത് അങ്ങൊന്ന് ശ്രമിക്കുക, കേൾക്കുക. നമ്മുടെ കണക്കാണ്, ആ കണക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോ കേരളത്തിലാണ് 42% കേരളത്തിൽ നടന്നിട്ടുള്ള PSC ഇന്ത്യയിൽ മൊത്തം നടന്നിട്ടുള്ള 27 സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ളതിന്റെ 42% നടന്നിട്ടുള്ളത് കേരളത്തിലാണ്. നമ്മുടെ കേന്ദ്ര സർക്കാർ ഇന്ന് സാധാരണക്കാർക്ക് തൊഴിൽ നൽകുന്ന റെയിൽവേയിൽ പുതിയ നിയമനങ്ങളില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം മുതലാളിമാർക്ക് വിറ്റഴിക്കുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ ചർച്ച ചെയ്ത് തന്നെ പോകണമെന്നാണ്. ഇടതുപക്ഷം അത്തരത്തിലുള്ള കാര്യങ്ങൾ തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ട് പോവാണ്. നാടിനെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതും പ്രവാസികളെ സംബന്ധിച്ചുള്ള വലിയ വേദനയോടെയാണ് കാണുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് മറ്റു മതത്തിൽപ്പെട്ട ആളുകളുടെ ആരാധനാലയങ്ങൾക്ക് വരെ സംവിധാനം ഒരുക്കി കൊടുക്കുകയും വളരെ പക്വതയോടുകൂടി അവയൊക്കെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്ന ഞാനൊക്കെ. അപ്പോ ഇവിടെ അമ്പലങ്ങൾക്ക്, ഇവിടെ പള്ളികൾക്ക്, മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾക്കൊക്കെ സ്ഥാനം കൊടുക്കുകയും അവരെ വളരെ മാന്യമായി ക്ഷണിച്ചു വരുത്തി അവരുടെ ആരാധനാലയങ്ങൾക്ക് വളരെ ബഹുമാനത്തോടെ കാണുകയും ചെയ്യുന്ന ഒരു നാട്ടിൽ ജീവിക്കുകയാണ് ഞാനിപ്പോ. നമ്മുടെ നാട്ടിലെ അവസ്ഥ നമുക്ക് തിരിച്ചറിയുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥിതി നാട്ടിൽ നിലനിൽക്കുമ്പോൾ വളരെ ഭയാനകമായി മറ്റു മതസ്ഥരെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് വോട്ട് നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. നമ്മുടെ ഭരണഘടനയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഒക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പൊ പ്രവാസികളെ സംബന്ധിച്ചോളം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ്. ശരി അനീഷ്. ശ്രീ രമേശ്, ഇവിടെ ആദ്യ റൗണ്ടിൽ തന്നെ മനസ്സിലായി പ്രവാസി പ്രശ്നം എവിടെയും പറയുന്നില്ല എന്നുള്ളത്. പക്ഷേ എന്താണ് BJP യഥാർത്ഥത്തിൽ എന്ത് പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത് കേരളത്തിൽ? താങ്കളൊന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കുന്നില്ല. അനീഷ് പറഞ്ഞതിനൂടെ മറുപടി പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് നേരത്തെ ആദ്യം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് ഇവിടുന്ന് ആൾക്കാർ മരണപ്പെട്ടാൽ അത് കൊണ്ടുപോകാൻ യാതൊരുവിധ സംവിധാനമില്ല. ഞാന് ഒരു 3 ആഴ്ച മുന്നേ ദുബായിൽ നിന്നും ഒരു ഇതുപോലെ മരണപ്പെട്ട ഒരാളുടെ ബോഡി 1 രൂപ ചെലവില്ലാതെ കോൺസുലേറ്റ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ചെലവിൽ മുഴുവൻ ചെലവും അവർ വഹിച്ചുകൊണ്ട് ഞാൻ അതിന് പേപ്പർ വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്കും 1 രൂപ ചെലവേ ഞാൻ ഇന്ത്യ ഗവൺമെന്റാണ് ചെയ്തത്. നമ്മൾ പ്രവാസികളുടെ കയ്യിൽ നിന്നും ഓരോ എംബസിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് സർവീസ് അറ്റസ്റ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ മുമ്പ് ICWF എന്ന് പറയുന്ന ഒരു ഫണ്ട്, ഒരു പിരിവ് നമ്മളെ കയ്യിൽ, ആ ഫണ്ടാണത്. ഏതായാലും 1 രൂപ ചെലവാക്കാതെ അല്ല, അത് ചെയ്യാൻ സാധിക്കുമല്ലോ. നിങ്ങൾ കോൺസുലേറ്റുമായിട്ട് നിങ്ങളുടെ സ്ഥലത്തുള്ള കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ ശരി, നമുക്ക് പ്രചാരണത്തിലേക്ക് കടന്നാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പ്രവാസികളുടെ വിഷയം എവിടെയും അല്ല, ഇത് വേറെ തന്നെ വിഷയമാണ്. ശ്രീ രമേശ് മാണിക്കോത്ത് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിലൊക്കെയുള്ള പ്രശ്നവും പറയും. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ശ്രീ അഷ്റഫ് താമരശ്ശേരിയുമായി സംസാരിച്ചിരുന്നു. അപ്പൊ പുള്ളി പറയുന്നത് നേരത്തെ അത് ബുദ്ധിമുട്ടായിരുന്നു, ഈ നിയമം മാറ്റിയപ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ടാണ് അദ്ദേഹവുമായി സംസാരിച്ചത്. അപ്പം അത് ഒരു വേറെ വിഷയം തന്നെയാണ്, നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാവുന്ന വിഷയമാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ റൗണ്ടിൽ നമുക്ക് മനസ്സിലായി പ്രവാസി പ്രശ്നം എവിടെയും ഉയരുന്നില്ല. ഒരു പാർട്ടി പോലും, ഒരു മുന്നണി പോലും ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല. പ്രവാസികളുടെ ഈ പറയുന്ന കനത്ത ഒരു സെക്കൻഡ് തരണം. ഈ പ്രവാസി വിഷയങ്ങൾ ഉയർത്തുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ പ്രവാസികൾ ഇത്തരത്തിലുള്ള വിഷയം ഉയർത്തിയതിന്റെ ഭാഗമായിട്ടാണ് പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. 3500 രൂപ പെൻഷൻ കിട്ടുകയാണ്. ഒരു 1500 രൂപയും കൂടി കേന്ദ്ര സർക്കാർ തന്നാൽ അത് 5000 രൂപയായിട്ട് പ്രവാസികൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനത്തെ സാഹചര്യം ഉണ്ടാക്കാനുള്ള ഒരു ഇടപെടലാണ് മാധ്യമങ്ങൾ നടത്തേണ്ടത്. ശരി, അല്ല അതും കൂടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അതും കൂടെ വരട്ടെ, LDF പ്രചരണത്തിൽ അതും കൂടെ വരട്ടെ. ശ്രീ രമേശ് മാണിക്കോത്ത്, ഞാൻ ചോദിച്ചത് BJP എങ്ങനെയാണ് പ്രചാരണം നടത്തുന്നത്, BJP എന്ത് പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത്? താങ്കൾ പ്രചാരണ രംഗത്ത് നിൽക്കുന്ന ആളായതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മൾ പറയുന്നത് തികച്ചും കഴിഞ്ഞ 5 വർഷം അല്ലെ 10 വർഷം ഉണ്ടാക്കിയ ഇവിടുത്തെ ഭരണ നേട്ടങ്ങൾ തന്നെയാണ്. അല്ലാതെ ഇടതുമുന്നണി പറയുന്ന പോലെ CAA പറഞ്ഞ് ജനങ്ങളെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞ പിണറായിയുടെ ഭരണ നേട്ടങ്ങളായി പോകില്ലേ? കേരളത്തിൽ എന്താണ് പറയുന്നത്? കേരളത്തിൽ തന്നെ പറയുന്നത്, കേരളത്തിൽ മോദി ഗവൺമെന്റ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതികൾ ഇവിടെ കേരളത്തിലെ ആൾക്കാർ, കേരളത്തിലെ കർഷകർക്ക് കൊടുത്ത കാശ് ശ്രീ രമേശ് താങ്കൾ പറഞ്ഞോളൂ.
കേരളത്തിലെ കർഷകർക്ക് എനിക്കറിയാവുന്ന എത്രയോ പേർക്ക് കിട്ടിയിട്ടുണ്ട്. കർഷകർക്ക് 6000 രൂപ വെച്ച് എത്രയോ പേർക്ക്. അതൊന്നും ഇവർക്ക് നേരം വെളുത്തിട്ടില്ലല്ലോ. ഇവരെ അംഗീകരിക്കൂല. ഇവരെ അംഗീകാരം നമുക്ക് വേണ്ടായിരുന്നു. ഞങ്ങൾ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ഇതൊന്നും ആരും പറയാത്ത കാര്യം. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ ഡോണ്ട് കെയർ. ഗവൺമെന്റ് നടപ്പിലാക്കിയ 7.5 വർഷമായിട്ട് പിണറായി ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ഒന്നുപോലും പറയാനില്ലാതെ CAA പോലുള്ള വർഗീയ പ്രശ്നങ്ങൾ എടുത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ BJPയുടെ ഞാനിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രചരണ രംഗത്തുണ്ട്. ഒരു തരത്തിലുള്ള മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. നേതാവെ മിണ്ടാതിരിക്കും. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അപ്പൊ നമ്മൾ പറയുന്നത് BJP പറയുന്നത് ഇവിടെയുണ്ടായ വികസനത്തിന്റെ കാര്യം മാത്രമാണ് വിളിച്ചു പറയുന്നത്, ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്തൊക്കെ ചെയ്തു, എത്ര ലക്ഷം, എത്ര കോടി ജനങ്ങൾക്ക് വെള്ളം എത്തിച്ചു വീടുകളിൽ, എത്ര കോടി ജനങ്ങൾക്ക് വൈദ്യുതി എത്തിച്ചു, ഗ്യാസ് എത്ര കൊടുത്തു, ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അല്ലാതെ മറ്റു ഒരു കാര്യവും കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ അതിനു മുന്നേ ഉണ്ടായ UPAയുടെ 10 വർഷം ഉറപ്പുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇത്രയും കാര്യത്തിൽ അത്രയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് 5 തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയത്? വരണമല്ലോ, കേരളത്തിൽ നിന്ന് വരണമല്ലോ. കേരളത്തിൽ സീറ്റുകൾ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ദക്ഷിണ ഇവിടുത്തെ പ്രവർത്തകർ ഇത്രയും കാര്യങ്ങൾ നിരത്തിയിട്ട് പറഞ്ഞിട്ട് കേൾക്കാത്ത ആളുകളോട് കൂടുതലായി പറയാനാണോ അദ്ദേഹം വന്നതെന്ന് വിശ്വസിക്കുന്നു? മാഡം, തെരഞ്ഞെടുപ്പല്ലേ, നമ്മൾ പറയേണ്ട കാര്യം നമ്മൾ പറയും. ജനങ്ങൾ അംഗീകരിക്കും, ജനങ്ങൾ തരുന്ന അത് അവരാണ് തീരുമാനിക്കേണ്ടത്. 2 സീറ്റിൽ ഇരുന്നാണ് നമ്മള് 2 സീറ്റിൽ ഇതേപോലെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ട് പ്രചാരണത്തിൽ ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞു പ്രവാസികളുടെ കാര്യങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ലീഗിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും, ഞാൻ പ്രത്യേകിച്ച് താങ്കളുടെ അടുത്ത് മലബാർ ഏരിയ എനിക്ക് കുറച്ചുകൂടി പരിചയമുള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അവിടെ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉയർത്തുന്നില്ല എന്നതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ അത്രയും അറിവോടെ ഇല്ലെങ്കിൽ അത്രയും ആത്മവിശ്വാസത്തോടെ കോൺഗ്രസ് ഏതെങ്കിലും കാലത്ത് ഇല്ലെങ്കിൽ UDF സർക്കാർ ഏതെങ്കിലും കാലത്ത് പ്രവാസികൾക്കൊപ്പം നിന്നിരുന്നു, ഇല്ലെങ്കിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചിരുന്നു എന്നൊക്കെ ആത്മവിശ്വാസത്തോടെ പറയാൻ കോൺഗ്രസിന് ഇപ്പോൾ സാധിക്കുമോ? തീർച്ചയായും കോൺഗ്രസ് ഈ രാജ്യത്ത് നമുക്കറിയാം, കോൺഗ്രസ് ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന രീതിയിൽ ഇപ്പോൾ ഇവർ പറയുന്ന പോലെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് എന്നതിനപ്പുറം ഇവർക്ക് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചതുപോലെ അല്ലെങ്കിൽ പ്രവാസികൾക്ക് വേണ്ടി കോൺഗ്രസ് ചെയ്ത പോലെയുള്ള കാര്യങ്ങൾ ഒന്നും പ്രവാസികളെ സംബന്ധിക്കുന്ന യാതൊരുവിധ കാര്യവും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ CAA പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള വർഗീയമായ ധ്രുവീകരണം നടത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഈ നാട്ടിൽ നടത്തുന്നത്. ഈ നാട്ടിൽ കോൺഗ്രസ് തന്നെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഇന്ത്യ മഹാരാജ്യത്തെ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ അഭിമാനകരമായ രീതിയിൽ അവതരിപ്പിച്ചതും ഈ രീതിയിലേക്ക് എത്തിച്ചതും ഇന്ന് ഇന്ത്യയിൽ കാണുന്ന എല്ലാവിധ വികസന പ്രവർത്തനങ്ങളുടെ പുറകിലും കോൺഗ്രസ് തന്നെയാണ്. അതിൽ പ്രവാസികളുടെ വിഷയത്തിലും കോൺഗ്രസ് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാസികളുടെ വോട്ടവകാശം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് വിഷയത്തിലൊക്കെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന ഇല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നേതാക്കളൊക്കെ എപ്പോഴാണ് പ്രതികരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. നമ്മുടെ സമയം പൂർത്തിയാകുകയാണ്. വളരെ നന്ദി ശ്രീ രമേശ് മാണിക്കോത്ത്, ശ്രീ വിഷയം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ CAA ബില്ല് അറബിക്കടലിലാണെന്ന് ആർജവത്തോടെ പറഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. അതിലപ്പുറം എന്താണ് പറയാൻ കഴിയുന്നത്? ശരി, നന്ദി ശ്രീ അനീഷ് മണ്ണാർക്കാട് ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം.